നിവർത്തികേട് കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ചെറുപ്പത്തിൽ പഠിച്ചത്. പക്ഷേ ഇത്രയും കാലം പല നാട്ടുകാരോട് സംസാരിച്ചിട്ടും ഇപ്പോഴും എനിക്ക് ഈ ഭാഷയെ അങ്ങ് പിടികിട്ടിയിട്ടില്ല. മലയാളത്തിൽ സംസാരിക്കുമ്പോഴുള്ള ഒരു ധൈര്യം ഇംഗ്ലീഷ് പറയുമ്പോൾ കിട്ടുന്നില്ല. തുടക്കകാലത്ത് എനിക്കിത് വലിയൊരു കോംപ്ലക്സ് ആയിരുന്നു. ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഗ്രാമർ തെറ്റിപ്പോകുമോ എന്ന പേടി. ഹാസ് ആണോ ഹാവ് ആണോ, പിന്നെ ഉച്ചാരണം ശരിയാണോ, ഇതൊക്കെ ആലോചിച്ച് ആരോടെങ്കിലും വർത്തമാനം പറയാൻ തന്നെ പേടി. അങ്ങനെ ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയി. അവിടെ പോയി ഒറ്റ ദിവസമേ ആയിരുന്നുള്ളൂ. ആരോ സാറിനോട് ചോദിച്ചു ഇൻടോക്സിക്കേഷൻ എന്നാൽ എന്താണെന്ന്. സാറ് ഉടനെ പറഞ്ഞു അഗാധമായ ഉള്ളിനോട് ചേർന്ന് നിൽക്കുന്ന എന്നൊക്കെയാണ് അതിനർത്ഥമെന്ന്. ഇതുപോലെ മണ്ടത്തരം പറയാവുന്നവർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറാവാമെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് കൊണ്ട് എനിക്കൊരു പ്രൊഫസറാവാം. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഒരു മുതിർന്ന സഹപ്രവർത്തകനോട് പറഞ്ഞു. അദ്ദേഹം അത് കേട്ട് ചിരിച്ചു. പിന്നെ പറഞ്ഞു ഇംഗ്ലീഷ് ഒരു ഭാഷയാണ്, ആശയവിനിമയം നടക്കുന്നുണ്ടോ എന്നതാണ് കാര്യം. സബുവിന് ഒരു കാര്യം അറിയാമോ? ഏത് ഇംഗ്ലീഷിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് എന്ന് വിളിക്കുന്നത്? ലോകം മുഴുവൻ പലതരത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഇംഗ്ലീഷ് പഠിക്കും? കാസർഗോഡ് ഭാഷയും തിരുവനന്തപുരം ഭാഷയും മലയാളം തന്നെയല്ലേ? ക്യൂൻസ് ഇംഗ്ലീഷ് എന്നൊരു സാധനമുണ്ട്. അതാണ് ഏറ്റവും മികച്ച ഇംഗ്ലീഷ് എന്നാണ് പറയാറ്. ഇതിലൊന്നും വലിയ കാര്യമില്ല. നല്ല വൊക്കാബുലറി ഉണ്ടാവണം, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കണം, സിനിമകൾ കാണണം. അപ്പോൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരില്ല. ആ വാക്കുകളുടെ ബലത്തിലാണ് ഞാൻ എത്രയോ വർഷങ്ങളായി എത്രയോ രാജ്യത്തുള്ളവരുമായി സംസാരിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് ആഫ്രിക്കക്കാരുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോഴാണ്. എത്ര പെർഫെക്റ്റ് ആണ്! അവരുടെ വാക്കുകളിൽ മുഴുവൻ ബഹുമാനമാണ്. അങ്ങനെ വേണം വേണ്ടാതെ പഠിച്ചതിൻ്റെ കുഴപ്പമല്ലേ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഇല്ലാതെ എന്തായാലും പറ്റില്ല. പക്ഷെ അവസരം കിട്ടിയാൽ ഞാൻ മലയാളമേ പറയൂ. കാരണം മലയാളത്തിൽ സംസാരിക്കുന്ന ഞാനാണ് ശരിക്കുമുള്ള ഞാൻ.